ഇപ്പോൾ ഒരു സമരത്തിൻ്റെ കാര്യം ഒരു ചർച്ച ചെയ്യുന്നതായിട്ട് കേട്ടായിരുന്നു. അത് 1 മാസത്തോളം നമ്മൾ ഇതൊന്നും എടുക്കാതെ സമരം ചെയ്യാനുള്ള ധൈര്യം ഇപ്പോൾ ലോട്ടറി തൊഴിലാളികൾക്കുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. അങ്ങനെ സമരം ചെയ്താൽ സർക്കാരിനെ ഇതൊന്ന് പുനഃപരിശോധിക്കേണ്ടി വരില്ല, കുറച്ചും കൂടി ഗൗരവമായിട്ട്. പക്ഷെ എന്നിട്ടും ഈ 1 മാസത്തോളമൊക്കെ എടുത്തിട്ട് ഒരു സമരം ചെയ്യാനുള്ളൊരു തയ്യാറെടുപ്പിലേക്ക് കാര്യങ്ങൾ എത്താത്ത എന്തുകൊണ്ടായിരിക്കും? അത് വലിയ ഏജൻസികളുടെ ഇതാണ്. അവർക്ക് അനുകൂലമായിട്ടാണ് ഇത് പോകുന്നത്. അപ്പം സർക്കാർ ഏറ്റവും അവരെയാണ് സംരക്ഷിക്കുന്നത്. അത് താഴേക്കിടയ്ക്ക് ഈ നടന്ന് കച്ചവടക്കാരും ചെറിയ കച്ചവടക്കാരെയൊക്കെ അവർ മൈൻഡ് ചെയ്യുന്നില്ല. അതാണ് ഇതിനകത്ത് പ്രധാന കാര്യം. പക്ഷേ അവർ അസംഘടിതരുമാണ്. പല മേഖലകൾക്ക് ഈ മൂവാറ്റുപുഴ അവിടങ്ങളിലൊക്കെ ഒത്തിരി തൊഴിലാളികൾ നല്ല രീതിയിൽ സമരങ്ങൾ നടത്തി. പക്ഷേ ഈ കേരളത്തിൽ കോട്ടയം ജില്ല അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ അവർ അസംഘടിതരാണ് ശരിക്കും. അതാണ് അവർക്കിത് ബോധവാന്മാരല്ല. അപ്പം അവരെ ശരിക്കും പറഞ്ഞ് ഈ കള്ളൊക്കെ അടിച്ച് നടക്കുന്ന ആ രീതിയിലേക്ക് സർക്കാർ അവരെ കാണിച്ചിരിക്കും. വെറും ഒരു കച്ചറയായിട്ട് തന്നെ ഈ കച്ചവടക്കാരെ കാണുന്നത് അതാണ്. അപ്പോൾ അവർ ജീവിക്കാൻ വേണ്ടി അവർക്ക് പ്രായമുള്ളവരൊക്കെ ആയിരിക്കും കൂടുതൽ. അവർ മക്കളൊക്കെ ഉണ്ട്. പക്ഷേ മക്കളുടെ വരുമാനത്തിൽ ജീവിക്കാതെ സ്വന്തം വരുമാനത്തിൽ ഒരു ചായയെങ്കിലും കുടിക്കാൻ അതിനു വേണ്ടി ഒരു 200 രൂപ 300 രൂപ അവർ കണക്ക് കെട്ടുന്നത്. ഒരു മാസം കണക്ക് ഒരു ദിവസം ആ 100 രൂപയിലും ഉണ്ടെങ്കിൽ അവർക്ക് നിലനിൽക്കാമല്ലോ അന്നുള്ള ഭക്ഷണം. അതാണ് അവരുദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി അവരാണ് ആശ്രയമില്ലാത്തവരും അങ്ങനെയുള്ള ഈ കച്ചവടത്തിലൊക്കെ. പക്ഷേ അവർക്ക് മേളിൽ ഈ സർക്കാർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ദ്രോഹമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നതും. അത് ശരിയാണ്, സത്യമായ കാര്യം അതാണ്. പക്ഷേ അവർക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കേണ്ടത്. നമ്മൾ സർക്കാർ ചെയ്യേണ്ടത്. ജനങ്ങൾ നമ്മളൊക്കെ ടിക്കറ്റ് എടുക്കുന്നതും അവരെ സഹായിക്കാൻ വേണ്ടി, തൊഴിലാളികളെ സംരക്ഷിക്കുക, അവർ കുടുംബം പുലർത്താനല്ലേ അവരുടെ ജീവിതത്തിന് വേണ്ടിയാണ് നമ്മൾ അവരെ സഹായിക്കുക കൂടുതലും. പിന്നെ ഈ പ്രൈസ് അടിക്കുന്നതാണേലും ആ പ്രൈസാണെങ്കിലും ഇവർ ഈ ചാൻസ് നമ്പർ ക്ലൂ കാണിക്കുന്നുണ്ട്. അത് ശരിയായ കാര്യമാണ്. അങ്ങനെ തന്നെയാണ് ടിക്കറ്റ് എടുക്കുന്നത്. പക്ഷേ ഈ കൂടുതൽ അടിക്കുന്ന ആ ചാൻസ് കാണിക്കുന്ന ആ ടിക്കറ്റ് ഈ മെയിൻ കൗണ്ടറിലില്ല. ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ട്. ഈ 1 കോടി ആക്കിയതിന് ശേഷം ഇവിടെ തന്നെ സ്ഥിരം വിടുന്ന നമ്പർ, നമ്മൾ സ്ഥിരം കുറേ ഇവിടെ 0 ഉണ്ട്, അല്ലെങ്കിൽ 1000 ഉണ്ട്. ആ ടിക്കറ്റുകൾ കറക്റ്റ് അടിക്കുന്ന ആ ദിവസങ്ങളിൽ ഈ കൗണ്ടറിലില്ല, ഈ മെയിൻ കൗണ്ടറിലില്ല. അവിടെ ഇല്ല, ഈ തൊഴിലാളികളിലും ഇല്ല. അപ്പോൾ ആ ടിക്കറ്റ് കറക്റ്റ് എവിടെയാണ് ചെല്ലുന്നതെന്നറിയാവും. അത് മറ്റൊരിടത്ത് തന്നെ അത് ഇവർ തന്നെ ചെയ്യുന്ന ഏജൻസിയുടെ കയ്യിൽ തന്നെയുണ്ട്. ഒരു വലിയ തട്ടിപ്പല്ലേ? ഭയങ്കര തട്ടിപ്പായി നടത്തുന്നത്. വെറും ഇതായിട്ട് തന്നെ ജനങ്ങളിലെ പുച്ഛിച്ച് തള്ളുക ഇത് സർക്കാർ ചെയ്യുന്നത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം തോന്നിയത്, സാധാരണക്കാരായവർ, അതായത് ഒരു പരസഹായം ഇല്ലാതെ ഞങ്ങൾക്കൊരു ചായ കുടിക്കാൻ പോകണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരെ സർക്കാർ വളരെ ഒരു കീഴാള വർഗമായിട്ടാണ് അപ്പോൾ കാണുന്നത്. അത് തന്നെ തീരെ ആ രീതിയിലാണ് കാണുന്നത്. അവരെ മൈൻഡേ ചെയ്യുന്നില്ല. പക്ഷേ സാധാരണക്കാരുടെ സർക്കാർ എന്നുള്ള നിലയിലാണ് ഇടതുപക്ഷ സർക്കാരിനെ ജനങ്ങളടക്കം അധികാരത്തിലേറ്റുന്നത്. എപ്പോഴും ഇലക്ഷൻ വരുമ്പോൾ സാധാരണക്കാരെ സഹായിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലും വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സർക്കാരിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടത് ഇതാണോ? ഒരിക്കലുമല്ല. അത് ജനം മനസ്സിലാക്കുന്നില്ലേ. അവർ വെറും വിഡ്ഢികളാണ്.